നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ അനുമതി. കേന്ദ്ര റെയിൽവേ ബോർഡാണ് അനുമതി നൽകിയത്. അനുമതി നൽകിയ വിവരം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ അറിയിച്ചു. 1 വർഷത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കും. ധനസുബോധ ചേരുന്നു. ധനസുബോധ, കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഈ വിമാനയാത്രക്കാരുടെ ഏറെ നാളത്തുള്ള ആഗ്രഹവും ആവശ്യവുമായിരുന്ന നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ പച്ചക്കൊടി വീശിയിരിക്കുന്നത്. ഇത് റെയിൽവേ ബോർഡിന്റെ ഫിനാൻഷ്യൽ അനുമതി മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ റെയിൽവേ ബോർഡിന്റെ ഫിനാൻഷ്യൽ അനുമതി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്റ്റേഷൻ നിർമ്മാണത്തിന്, അതും ഒരു പുതിയതായി ഒരു സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആ ആദ്യ കടമ്പ വളരെ ഭംഗിയായി തന്നെ മറികടന്നിരിക്കുകയാണ്. കാര്യം പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന്. കാരണം റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് റെയിൽവേ ഈ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്തുകൂടിയാണ്. പക്ഷേ എങ്കിൽ പോലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കാര്യം ദേശീയപാത കടന്നു പോകുന്നത് അത്താണി വഴിയാണ്, വളരെ ദൂരം പോകണം. മാത്രമല്ല ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ദേശീയപാതയിൽ നിന്നും എത്തിച്ചേരാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം ആവശ്യങ്ങൾ റെയിൽവേ ബോർഡിന് മുമ്പിലും റെയിൽവേ മന്ത്രാലയത്തിലും മലയാളികൾ സമർപ്പിച്ചിരുന്നത്. പക്ഷേ പതിറ്റാണ്ടുകളായി തുടർന്ന ഈ ആവശ്യം ഇതുവരെ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവിടെ എത്തുകയും അത് പരിശോധന നടത്തുകയും അതിന്റെ പ്ലാനുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജോർജ് കുര്യൻ ഇതിനിടയിൽ കേന്ദ്ര സഹമന്ത്രി ഫോളോ അപ്പ് ചെയ്യുകയും അദ്ദേഹം ഇക്കാര്യം തുടർച്ചയായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുമതി ലഭിച്ച കാര്യം ജോർജ് കുര്യനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ ആ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ നിർത്താവുന്ന ആ സ്റ്റോപ്പ് അനുവദിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് നിർമ്മാണം ഉടൻ പൂർത്തിയാകുക. ശരി, ധനസുബോധ്.